യെസ്. കൊച്ചിയിൽ UDF സ്ഥാനാർത്ഥികളുമായി രാഹുൽ ഗാന്ധി പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുക്കുകയാണ്. യെസ്, ആര്യ വിനോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ആര്യ, അങ്ങനെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥികളുമായൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ട്. ആർക്കൊപ്പമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്? എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്? കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിലെ സൽക്കാര ഹോട്ടലിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേതാക്കൾക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കും ഒപ്പം പ്രഭാത ഭക്ഷണത്തിനായി എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി ഇവിടെ എത്തുകയുണ്ടായത്. ഒരു 10:15 കൂടി തന്നെ ഇവിടെ നിന്ന് മടങ്ങുമെന്നുള്ളതാണ് അറിയുന്നത്. ഇന്ന് കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടുമാണ് തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിപാടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ശബരിമല വിഷയം തന്നെയായിരുന്നു പ്രധാനമായും രാഹുൽ ഗാന്ധി അവിടെയൊക്കെ ഉയർത്തിക്കാട്ടുകയുണ്ടായത്. സ്വർണം കട്ടത് ആരപ്പ തുടങ്ങിയ വരികളൊക്കെ തന്നെ പാടുകയും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായത്. ഇന്നും അതുപോലെ തന്നെ 10:15 കൂടി ഇവിടുന്ന് മടങ്ങുന്ന രാഹുൽ ഗാന്ധി കണ്ണൂരേക്കും അതുപോലെ തന്നെ കോഴിക്കോടും എത്തി ഇന്നും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയത്. അതിനുശേഷം ഇവിടെ ഹോട്ടലിൽ തങ്ങുകയും രാവിലെ UDFന്റെ സ്ഥാനാർത്ഥികളും VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഇപ്പോൾ പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുക്കുന്നതെന്നാണ്. വലിയ സുരക്ഷയിൽ തന്നെയാണ്. ഇവിടെ നിരവധി ആളുകളാണ് രാഹുൽ ഗാന്ധിയെ കാണാനായി എത്തിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ്. ഇതൊക്കെ തന്നെ UDFന് നൽകുന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരുടെയും എടുത്തു പറയുന്നത് എന്നുള്ളതാണ്. UDFന് ഇത് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രചരണങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവേശം പകരുന്നു, ഊർജ്ജം പകരുന്നു എന്നുള്ളതാണ് UDFന്റെ നേതാക്കളും സ്ഥാനാർത്ഥികളും അടക്കം വ്യക്തമാക്കുന്നത്. ശരി, ആര്യ വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ രാഹുൽ ഗാന്ധി കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥികളുമായി പ്രഭാത ഭക്ഷണം കഴിച്ച് സമയം ചെലവിടുകയാണ്. ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരിലുമൊക്കെ രാഹുൽ ഗാന്ധിക്ക് തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുണ്ട്. 10:30 കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമാവുകയും ചെയ്യും. ആര്യ വിനോദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ